പേര് റോയൻസി ടോം. ഞാൻ വരുന്നത് അങ്കമാലി കോക്കോന്ന് സെൻറ്റ് ജോസഫ്സ് ചർച്ചിൽ നിന്നാണ്. 2014-15 കാലഘട്ടത്തിൽ ഞാനിവിടെ വന്നായിരുന്നു. വരുമ്പോൾ എനിക്ക് ഇങ്ങനെ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണെന്നോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് തോന്നില്ല. ഞാൻ വരുമ്പോൾ ഒരു 12 മണിയായി. ഞാൻ അവിടെ ടോക്കൺ എടുത്തു. ഒരു 2:30-3 മണി വരെ അവിടെ ക്യൂ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ പോയി. അന്ന് വരാനുണ്ടായ കാരണം ഞങ്ങൾ 2 ഹിറ്റാച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് രത്നഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പണിയാൻ കൊണ്ടുപോയപ്പോൾ അവിടെ കത്തിപ്പോയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ഞങ്ങൾക്ക് ശരിയായി കിട്ടിയില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ അന്ന് ഇവിടെ വരാൻ കാരണം. ഞങ്ങൾ കുറേ കാശ് അടച്ചു, പിന്നെ ഞങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പറ്റാതായി. അപ്പോൾ 2 വണ്ടിക്ക് കൂടി ഏകദേശം ഒരു 58 ലക്ഷം രൂപ കൂടി അടയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാങ്കുകാരോട് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് ചെയ്തോ, എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ അന്ന് വന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത്. പിന്നെ 1 രൂപ പോലും ഞങ്ങൾ അടയ്ക്കേണ്ടി വന്നിട്ടില്ല. രണ്ടാമതായിട്ട് എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ പോയി പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുക. അപ്പോൾ എനിക്കിത് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുമോ, എല്ലാ ദിവസവും പള്ളി പോയി മുടക്ക് വരുമോ എനിക്കറിയില്ല. ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എല്ലാവരോടും പറയും, എന്ത് പറഞ്ഞാലും ഞാൻ അവിടെ മാത്രം പോവില്ല. ഞാൻ എപ്പോഴും ധ്യാനങ്ങൾ കൂടും, പ്രാർത്ഥനകൾ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും കൃപാസനത്തിൽ അച്ഛൻ്റെ ടോക്ക് വരുമ്പോൾ ഞാനത് തട്ടിക്കളയും. അതേപോലെ ഇവിടുത്തെ ഒരു പരിപാടി ഞാൻ കൂടാറില്ല. എനിക്കൊരു സ്റ്റിച്ചിങ് സെൻറ്ററും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പും കൂടി ഉണ്ടായിരുന്നു. അവിടെ ജോലിക്ക് വന്ന ചേച്ചിമാരിരുന്ന് കേൾക്കുമ്പോൾ ഞാൻ അവരോട് പറയും, അതെന്തിനാ അത് കേൾക്കണമെന്നില്ല, നമ്മുടെ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അതുപോലെ ഇവിടേക്ക് ആരെങ്കിലും വരുന്ന കാര്യം പറഞ്ഞ് ഞാൻ അവരോട് പറയും, നമ്മുടെ ഇവിടെ മാതാവൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്തിന് ഇത്രയും ദൂരം അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്, നമ്മളിവിടെ പ്രാർത്ഥിച്ചാലും മാതാവ് കേൾക്കുമെന്ന് പറഞ്ഞ് ഞാൻ പരമാവധി മുടക്കാൻ നോക്കുമായിരുന്നു. എൻ്റെ സ്വന്തം വീട് കർണാടകയിലാണ്, എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചേക്കണതാണ്. എൻ്റെ അമ്മയുടെ വീടും ഇവിടെ കേരളത്തിൽ തന്നെയാണ്. അമ്മ എല്ലാ കൊല്ലം വരുമ്പോൾ എന്നോട് പറയും, നീ എന്നെ കൊണ്ടുപോകും മോള്. ഞാൻ പറയും, അവിടെ മാത്രം അമ്മേനെ കൊണ്ടുപോകില്ല, വേറെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന് പറയും. അത് അങ്ങനെ ഇരിക്കും. ഒരു ദിവസം അമ്മ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അനിയത്തിമാരുടെ കൂടെ ഇങ്ങോട്ട് വരാൻ ഒരുങ്ങി എന്നെ കുറേ നിർബന്ധിച്ചു. ശരി അമ്മ, എന്നാൽ ഞാൻ വരാം. അപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദന വെച്ചാൽ ഇത്രയും കനത്തിൽ നീരുണ്ടാവും. എനിക്ക് ചേറയിൽ ഇരിക്കാൻ പറ്റില്ല. ഞാൻ പോവാത്ത ഡോക്ടർമാരില്ല, കഴിക്കാത്ത ആയുർവേദങ്ങളില്ല. ഒരു 3-4 വർഷമായിട്ട് ഞാൻ എത്ര 1000 രൂപ അതിന് വേണ്ടി ചിലവഴിച്ചിട്ടെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് ആ റോഡിൽ പോണ വഴിയുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ഷോപ്പിലേക്ക് അത്രയും ദൂരം എനിക്ക് നടന്ന് പോകാൻ പറ്റില്ല. അവിടെ ചെന്നാലും എനിക്ക് ചേറയിൽ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നിന്ന് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരാൻ ഞാൻ എപ്പോൾ തീരുമാനിച്ചു ആ നിമിഷത്തിൽ എൻ്റെ നടുവേദന മാറി എന്നുള്ളത്. പിന്നെ ഇന്ന് വരെ എനിക്ക് ആ നടുവേദന ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കൊല്ലം മലയാറ്റൂർ മലയും കയറി ഇറങ്ങി. ഈ നടുവേദന വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒട്ടും നടക്കാൻ പറ്റില്ല, ഭാരം എടുക്കാൻ പറ്റില്ല, മിറ്റടിക്കാൻ പറ്റില്ല. ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഇവിടെ വരാൻ തീരുമാനിച്ച ആ സെക്കൻഡിൽ തന്നെ എൻ്റെ ആ വേദന മാറിയിട്ട് പിന്നെ ഇന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനിവിടെ വന്നിപ്പോൾ 5ാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയേക്കണത്. മാതാവിനോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനിന്ന് എനിക്കൊരു വലിയ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയും, മാതാവേ ദേ ഇന്നതാണ് എൻ്റെ ആവശ്യമെന്ന് നിനക്കറിയാം, എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ആ കാര്യം ഭംഗിയായിട്ട് എനിക്ക് സാധിച്ചു കിട്ടിയിരിക്കും. കാശിൻ്റെ ആവശ്യമാണെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പോൾ കുറേ ബാധ്യതകളൊക്കെ ആയിട്ട് ഞാൻ വന്നേ. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, വളരെ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. പിന്നെ എൻ്റെ തലയുടെ ലെഫ്റ്റ് സൈഡ് മരയിക്കുമായിരുന്നു, ഭയങ്കര മരയിപ്പം വേദനയ്ക്കായിരുന്നു. അപ്പം ഞാൻ അവിടെ ന്യൂറോനെ കണ്ടു LF-ൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മാസം മുടങ്ങാതെ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസത്തേക്കുള്ള മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഈ ഗുളിക കഴിക്കുന്നില്ല, നാളെ ഞാൻ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. 3-3:30 വരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ വിളക്കിലൊഴിക്കുന്ന തൈലം എടുത്ത് ഞാൻ പുരട്ടി പ്രാർത്ഥിച്ച് ഞാൻ പോയി. പിന്നെ എനിക്ക് ആ വേദന ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏകദേശം 1 കൊല്ലമാവാറായിട്ടുണ്ട്. എൻ്റെ കാലിൻ്റെ അടിയിലൊരു ആണി ഉണ്ടായിരുന്നു. എനിക്ക് പള്ളിയിലൊക്കെ പോയി ആ ടൈലും എങ്ങനെ ചവിട്ടി നിൽക്കാൻ പറ്റില്ല, കാല് ഭയങ്കര മരയിപ്പായിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ മാറിക്കിട്ടി. ഞാൻ എന്ത് ചോദിച്ചാലും ആ സെക്കൻഡിൽ എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. മാതാവ് വെച്ചാൽ എനിക്കറിയില്ല, എനിക്കത് പറയാൻ പറ്റില്ല. അത്രയും ഇവിടെ വന്നാൽ ഞാൻ എല്ലാ മാസം തന്നെ വരും, മിക്കപ്പോഴും മുടങ്ങാണ്ട് തന്നെ. ഞാനിവിടെ വന്ന ഒരു 12 മണിയാകുമ്പോൾ വന്ന 3:30-3:45 ആകുമ്പോൾ പോകുമ്പോൾ എനിക്ക് സങ്കടമാണ്. കുറച്ച് നേരം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ അങ്കമാലി എത്താനുള്ളത് കൊണ്ട് ഞാൻ പോവും. ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ
അതൊക്കെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. മാതാവിനോട് ചോദിക്കുന്ന ഒരു കാര്യവും മാതാവ് സാധിച്ചു തരാതിരിക്കില്ല. വിശ്വാസത്തോടെയും വിശുദ്ധിയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് ഒരിക്കലും സാധിക്കാതെ പോവില്ല. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോകാറുണ്ട്. എല്ലാ മാസം വരുമ്പോൾ 1-2 എൻ്റെ കയ്യിൽ പൈസ ഉള്ളതിൻ്റെ അനുസരിച്ച് ഞാൻ വാങ്ങിച്ച് അവിടെ ഹോസ്പിറ്റലുകളിലും ആശുപത്രിയിൽ, പിന്നെ ബസ്സിൽ, ഇവിടുന്ന് ട്രെയിനിൽ കയറുമ്പോൾ തുടങ്ങി ഞാൻ കൊടുക്കും. പിന്നെ കാശുരൂപം, ഉപ്പ്, തൈലം അത് വാങ്ങിച്ച് എപ്പോഴും ഞാൻ സ്റ്റോക്ക് വയ്ക്കും. വീട്ടിലിങ്ങനെ രോഗികളായിട്ട് വരുന്നവർ, പിന്നെ എന്തെങ്കിലും പഠിക്കാൻ പോയിട്ട് ജയിക്കാത്ത പിള്ളേർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ഞാൻ കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും. എൻ്റെ അനുഭവം ഞാൻ അവരോട് പറയും. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ ഇവിടെ ഒരു ആകാശപ്പറവകളുടെ ഇതുണ്ട്. ഞാൻ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും, പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ എൻ്റെ സാമ്പത്തികത്തിന് ഒത്ത വിധത്തിൽ ഞാൻ ചെയ്യും. പക്ഷേ ഇപ്പോഴും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കുറേയും കൂടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ എൻ്റെ സമയക്കുറവ് കൊണ്ട് അത്രയും എനിക്കങ്ങോട്ട് സാധിക്കുന്നില്ല. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം തിരുവചനം. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. റോയൻസി എന്ന ഈ സഹോദരി പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുന്നത്, തൻ്റെ അവിശ്വാസത്തെ ദൂരീകരിച്ചുകൊണ്ട് കൃപാസനം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഈ പ്രത്യക്ഷീകരണം സത്യമാണെന്ന് തനിക്ക് തന്നെ വെളിപ്പെട്ടതിൻ്റെ വലിയ ഉദാഹരണമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ റോയൻസിയെ ഇവിടെ എത്തിക്കുന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളിയോടുകൂടിയാണ്. മറ്റുള്ളവരോട് വളരെയധികം നെഗറ്റീവായി പറഞ്ഞിരുന്നതാണ്. തൻ്റെ അമ്മയോടും സഹോദരങ്ങളോടും അയൽക്കാരോടും താനുമായി ബന്ധപ്പെടുന്നവരോടെല്ലാവരോടും, നിങ്ങൾ എവിടെ പോയാലും കൃപാസനത്തിൽ മാത്രം പോകരുത്, നമുക്ക് നമ്മുടെ പള്ളിയിലും മാതാവിൻ്റെ പ്രത്യക്ഷമുണ്ടല്ലോ, അവിടെ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് മക്കളെ നിരുത്സാഹപ്പെടുത്തിയിരുന്ന ഒരു സഹോദരിയായിരുന്നു. പക്ഷേ അമ്മയുടെ നിർബന്ധം മൂലം നീ ഒന്ന് ഇവിടെ വരെ വരിക, ഈ മണ്ണിൽ കാല് ചവിട്ടിയവരെല്ലാം തന്നെ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള കഥകളെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് റോയൻസി ഇവിടെ വരാം എന്ന് തീരുമാനിച്ച ആ ദിവസം തന്നെ, ആ നിമിഷം തന്നെ അത് മകളുടെ നടുവേദന, 4 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദന അപ്രത്യക്ഷമായി സൗഖ്യപ്പെട്ടു എന്ന് മകൾ ഏറ്റുപറയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു സ്ത്രീ സുവിശേഷത്തിൽ 12 വർഷമായിട്ട് അവൾക്ക് രക്തസ്രാവം ഉണ്ടായിരുന്നു. ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊടാനെങ്കിലും സാധിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അവൾ തിരക്കിനിടയിലൂടെ ഈശോയെ തൊട്ടപ്പോൾ അവൾക്ക് വളരെ ഉടൻ തന്നെ അവൾക്ക് സൗഖ്യമുണ്ടായി എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈശോ ഉടനെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചത്, എന്നെ ആരാണ് സ്പർശിച്ചത്? എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചു എന്നാണ് ഈശോ പറയുന്നത്. അതുപോലെ ഈശോയുടെ ശക്തി നാം എല്ലായ്പ്പോഴും ഈശോയെ അധികമായി സ്നേഹിക്കുമ്പോൾ ഈശോ നമുക്ക് കൈമാറുന്ന വിശ്വാസവും വിശ്വാസത്തിൻ്റെ ശക്തിയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അനുഭവവേദ്യമാവുകയാണ്. റോയൻസി വളരെ വിശ്വസ്തയോടുകൂടി നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന, വളരെ ആത്മാർത്ഥമായി ദൈവിക കാര്യങ്ങളിലെല്ലാം ഇടപഴകുന്ന വ്യക്തിയാണ്. എങ്കിൽ തന്നെയും തൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടാകുവാൻ വളരെ സമയമെടുത്തു എങ്കിലും അതൊരു പ്രകടമായ വിശ്വാസ പ്രഖ്യാപനമായിട്ട് ഇന്ന് ഈ മകൾ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ തലയിലും മുഖത്തുമുണ്ടായിരുന്ന ആ മരവിപ്പ്, അതുപോലെ കാലിലെ ആണി, ഇതെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി തൈലം പൂശിയ ആ നിമിഷം തന്നെയാണ് മകൾക്ക് സൗഖ്യപ്പെട്ടത് എന്ന് ഏറ്റുപറയുന്നു. ഒരുപാട് മറ്റ് സൗഖ്യങ്ങളും സമാധാനവും ആശ്വാസവുമെല്ലാം ഈ മകൾക്ക് ഏറ്റുപറയുവാനുണ്ട്. പക്ഷേ ഇവിടെ സാക്ഷികളുടെ കുറവ് കൊണ്ട് മകൾക്കത് പറയാൻ സാധിക്കാത്തതാണ്. ദൈവം ഒരുപാട് ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. നന്മകൾ കാണാനും മറ്റുള്ളവർക്ക് എപ്പോഴും ഈശോയെക്കുറിച്ച് സംസാരിക്കാനുള്ള കൃപയും അഭിഷേകവും ഇന്ന് ഇവർക്കും ഇവരുടെ കുടുംബത്തിനും ലഭിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഉപേക്ഷിക്കാം. ലോകത്തിൻ്റെ അവസാനം വരെ, ലോകത്തിൻ്റെ അറ്റം വരെ സുവിശേഷം പ്രഘോഷിക്കുക, സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന നമ്മുടെ വലിയ ഉത്തരവാദിത്തം. റോയൻസി ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെപ്പോഴും ക്രിസ്തുവല്ല, ഞാനല്ല, ക്രിസ്തുവെന്നിൽ ജീവിക്കുന്നു എന്ന് മറ്റുള്ളവരോട് പറയത്തക്ക വിധം പ്രകടമായ ഒരു വിശ്വാസ ജീവിതം നമുക്ക് ഏറ്റുപറയാം. റോയൻസിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും
ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.